സമയം ഇപ്പോൾ രാവിലെ ഒരു 10 മണിയായിട്ടുണ്ട്. ഞാനിപ്പോഴാണ് എണീക്കുന്നത്. കാരണം എനിക്ക് ഇന്നലെ 8 മണിക്കൂർ ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ എനിക്ക് രാത്രിയിൽ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഒരു സമയമായി. അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു അസൈൻമെൻറ്റ് ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കിടന്നപ്പോൾ 12 മണി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ രാവിലെ 10 മണിക്ക് എണീക്കുന്നത്. പിന്നെ ഇന്ന് എനിക്ക് ഷിഫ്റ്റില്ല. ഇന്ന് എനിക്ക് വൈകുന്നേരം ഒരു ക്ലാസ് ഉണ്ട് 6 മണിക്ക്. അതിന് പോയാൽ മതി. നമുക്ക് പല്ല് വെക്കാം. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് മോർണിംഗ് സ്കിൻ കെയർ സംഭവങ്ങളൊക്കെ ചെയ്തു. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ റീസൺ കുറച്ച് സമയം എൻ്റെ ഫാമിലീൻ്റെ അടുത്ത് സംസാരിക്കുമായിരുന്നു. രാവിലെ എപ്പോഴും ഇല്ല, എനിക്ക് ഷിഫ്റ്റുള്ള ദിവസം രാവിലെ വീഡിയോ കോൾ ചെയ്യാറില്ല. അല്ലാത്തപ്പം വീഡിയോ കോൾ ചെയ്യാറുണ്ട് രാവിലെ. ഇല്ലെങ്കിൽ മെയിൻലി ഞാൻ ഇവിടെ രാത്രി ആകുമ്പോഴാണ് ചെയ്യുന്നത്. എൻ്റെ നെയിൽസ് കണ്ടോ, ഒരെണ്ണം പോയി. ഇത് ഞാൻ തന്നെ വെച്ചതാട്ടോ. ഞാൻ തന്നെ വാങ്ങി, ഞാൻ തന്നെ നെയിൽ പോളിഷ് അടിച്ചു. എങ്ങനെയുണ്ട്? ഷോർണം പോയി. ഇതിപ്പോൾ സെറ്റ് ചെയ്യണം ഇന്ന് ക്ലാസ്സിൽ പോകുന്നതിന് മുന്നേ. അപ്പോൾ എനിക്കിപ്പോൾ ആദ്യം കുറച്ച് പാത്രം കഴുകാനുണ്ട്. പാത്രം കഴിക്കൊണ്ടിരിക്കും. പാത്രമൊക്കെ കഴുകി കഴിഞ്ഞു. പൊറോട്ട ഞാൻ നേരത്തെ തന്നെ സെറ്റാക്കി. ഇത് ഫ്രോസൺ ആണ്, ഞാൻ ചൂടാക്കി പൊറോട്ട. പിന്നെ കറി ഞാൻ എന്താ എടുക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ ഫ്രഷ്കോന്ന് വാങ്ങിയതാണ് കേട്ടോ, റെഡി ടു ഈറ്റ്. ഇതിന് $2.97 ആണ്. ജസ്റ്റ് ചൂടാക്കിയാൽ മാത്രം മതി. അങ്ങനെ കറി ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം. കറിയൊക്കെ ചൂടായി. ബാക്കി കറി ഫ്രിഡ്ജിൽ വെക്കാം. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ വിചാരിച്ചു ഒരു കോഫി ഉണ്ടാക്കാം. എനിക്കിവിടെ വന്നിട്ട് പാൽ അങ്ങനെ പിടിക്കുന്നില്ല എൻ്റെ വയറ്റിന്. അപ്പം ഞാൻ വിചാരിച്ചു കോഫി ഉണ്ടാക്കാം. അപ്പം ഇത് നേരത്തെ ആക്കി വെച്ചിരിക്കുന്ന കോഫി ബാറ്ററാണ്. റെസിപ്പി പറയുന്നത് വേറെ ആരുമല്ല, ദിവാൻഷു ബഹലാണ്. ഇതിന് കോഫി ബാറ്റർ എന്നാണോ പറയുന്നതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ അത് ആദ്യം ജസ്റ്റ് ബ്ലെൻഡറിലിടും. എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് പാല്, കുറച്ച് പഞ്ചസാര. ഇതാണ് പാൽ ഇവിടുത്തെ. അങ്ങനെ ആദ്യം തന്നെ ഈ കോഫി ബാറ്റർ, പാല്, പഞ്ചസാര ഇത് മൂന്നും കൂടി ബ്ലെൻഡറിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കും. ഒരു പത പോലെ വരണം. അങ്ങനെ അത് കഴിഞ്ഞ് എത്ര കോഫി വേണോ അത്രയും പാലൊഴിക്കുക. എന്നിട്ട് ഇത് കുറച്ചുകൂടി ഒഴിച്ചു നോക്കാം. ബാറ്റർ എന്നാണ് തോന്നുന്നു പറയുന്നത്, എനിക്കറിയത്തില്ല കേട്ടോ. എനിക്ക് നല്ല ഷുഗർ വേണം. എനിക്കറിയാം ഷുഗർ ഒരുപാട് കഴിക്കുന്നത് മോശമാണ്, പക്ഷെ എന്തോ എനിക്ക് ഇച്ചിരി ഷുഗർ വേണം. ഞാൻ അത്രയൊന്നും കഴിക്കാറില്ല കേട്ടോ. ഞാൻ ഇതിലാണ് കോഫി ഒഴിച്ച് കുടിക്കാറുള്ളത്. ഇതിനൊരു സ്ട്രോ ഒക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ അതിലേക്ക് ഒഴിച്ചു. പാത്രങ്ങളൊന്നും ഞാൻ ഇപ്പോൾ കഴുകുന്നില്ല, ജസ്റ്റ് വെള്ളം ഒഴിച്ചിടാം. എനിക്കിന്ന് വൈകുന്നേരം ക്ലാസ് ഉള്ളൂ, അപ്പോൾ സമയമുണ്ട്. പിന്നെ നമ്മളിത് റെന്റിന് എടുത്തിരിക്കുന്ന വീടാണ്. ഇവിടെ നമുക്ക് ഡൈനിങ് ടേബിൾ, ചെയർ അങ്ങനെ ഒന്നുമില്ല. എനിക്കൊരു ടേബിളും ചെയറും ഉണ്ട് എൻ്റെ റൂമിൽ. അപ്പോൾ ഞാൻ അവിടെ പോയിരുന്നാണ് ഫുഡ് കഴിക്കാറ്. പിന്നെ ഇതെല്ലാം കൊണ്ട് താഴോട്ട് പോകണം. ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്. ഞാൻ ഇവിടെ എല്ലാം വിൻഡോസ് ഒക്കെ കവർ ചെയ്ത് വെച്ചിരിക്കാം കേട്ടോ. അതുകൊണ്ടാണ് അധികം സൺലൈറ്റ്. ഇവിടെ ആകെ ഒരു കുറച്ച് പോർഷൻ മാത്രമേ ഉള്ളൂ. ഇതും ബ്രഞ്ചാവട്ടെ ശരിക്കും. ഇനി എനിക്ക് ലഞ്ചൊന്നും വേണ്ട, ഒന്ന് കഴിക്കാം. എൻ്റെ റൂമിൽ നിന്ന് അത്യാവശ്യം മെസ്സിയാണ്. എൻ്റെ റൂം ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് എൻ്റെ അജണ്ടയിലുണ്ട്. അതൊക്കെ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു എനിക്കിന്നൊരു ക്ലാസ് ഉള്ള കാര്യം. ഞാൻ അതിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാൻ പോവാണ്. അപ്പോൾ അത് തന്നെ കുളിക്കാം. ഔട്ട്ഫിറ്റ് ഓപ്ഷൻ 2 എണ്ണമാണുള്ളത്. ഒരെണ്ണം ഈ ഒരു യെല്ലോ ടാങ്ക് ടോപ്പും, ഒരെണ്ണം ഈ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ടീഷർട്ട്. അപ്പം ഇതിലേത് വേണം എന്നുള്ള കൺഫ്യൂഷനാണ്. ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് ടാങ്ക് ടോപ്പ്. ഇതിങ്ങനെയാണ് വരുന്നത്. മറ്റേത് ഞാൻ ഇട്ടില്ല. അത് കോളേജിൽ പോകുമ്പോൾ അത്ര നല്ലൊരു ഔട്ട്ഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പം ഞാൻ ഈ ബേസിക് ആയിട്ടുള്ള യെല്ലോ ഇത് തന്നെ ഇട്ടു. വെള്ളം കുടിക്കാം. അപ്പം ഇനി മേക്കപ്പ് സെക്ഷൻ ആണ്. ഇന്ന് പുറത്ത് അധികം ടെമ്പറേച്ചർ ഒന്നുമില്ല. +3 ആയിരുന്നു ഞാൻ നേരത്തെ നോക്കിയപ്പം. നമുക്ക് നമ്മുടെ മേക്കപ്പ് സെക്ഷനിലേക്ക് കിടക്കാം.
അത്ര വലിയ അടിപൊളിയാണെന്നൊന്നും പറയുന്നില്ല. ഇത് എൻ്റെതായ മേക്കപ്പാണ്. അത് നമുക്ക് നമ്മുടെ സ്കിൻ നോക്കണം. പുറത്തിറങ്ങി കഴിഞ്ഞാൽ സ്കിൻ നല്ലപോലെ ഡ്രൈ ആവും. ഒരു മോയ്സ്ചറൈസർ പിന്നെ ഞാൻ കുറച്ച് എൻ്റെ ഫേസിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ലിപ് ബാം അപ്ലൈ ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് വാസ്ലിൻ്റെ ആണ്. ഞാനിപ്പോൾ കുറച്ചായിട്ട് ഈ കൊസാറക്സിൻ്റെ സ്നെയിൽ മിസിനാണ് യൂസ് ചെയ്യുന്നത് എൻ്റെ ഫേസിലുള്ള ഒരു ബേസ് ആയിട്ട്. ഇത് അടിപൊളിയാണ്, നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടിരിക്കും സ്കിൻ. അപ്പോൾ നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പം നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബേസ് തന്നെയാണിത്. നമുക്ക് പിമ്പിൾ മാർക്സ് ഒക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസീലർ യൂസ് ചെയ്യാം. അവിടെ യൂസ് ചെയ്യുന്നത് മെബിലിൻ ന്യൂയോർക്കിൻ്റെ കൺസീലറാണ്. കൺസീലർ നമ്മളെപ്പോഴും മേടിക്കുമ്പോൾ നമ്മുടെ ഷെയ്ഡിനേക്കാളും ഒരു 1 ഷെയ്ഡ് ലൈറ്റർ ആയിട്ടുള്ള ഷെയ്ഡ് വാങ്ങാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് അത് വെച്ച് നമ്മുടെ പിമ്പിൾ മാർക്സ് ഒക്കെ കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ബ്യൂട്ടി ബ്ലെൻഡറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈവ് യൂസ് ചെയ്ത് വേണമെങ്കിലും ബ്ലെൻഡ് ചെയ്യാം. ഞാൻ ചിലപ്പം ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ കൈവച്ച് തന്നെയാണ് ചെയ്യാറ്. നമ്മളിപ്പം കൺസീൽ ചെയ്തു, എന്നാലും കുറച്ചൊക്കെ വിസിബിൾ ആണ്. ദാറ്റ്സ് ഓക്കെ, ദാറ്റ്സ് നോർമൽ. അപ്പോൾ അടുത്തത് നമുക്കിനി ഫൗണ്ടേഷൻ. ആക്ച്വലി ഇതൊരു 3-in-1 ആണ്. ഇതിൽ സിറം ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനതൊരു കുറച്ച്, ഇതെൻ്റെ കറക്റ്റ് ഷെയ്ഡാണ്, കവർ ഗേളിൻ്റെ L7 എന്ന് പറഞ്ഞത്. ഇത് ഞാൻ സെഫോറ ഓർ shoppers.mart ഇവിടുന്ന് വാങ്ങിയതാണ്. മോയ്സ്ചറൈസർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ളൊരു ബേസാണ്. ഇനി നമുക്ക് കോമ്പാക്റ്റ് യൂസ് ചെയ്യണം. കോമ്പാക്റ്റ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കോമ്പാക്റ്റ്. പക്ഷേ കുറച്ച് നാളായി ബ്രഷ് വെച്ച് ജസ്റ്റ് നമ്മൾ ഫേസിൽ ഡ്രൈ ആവുന്ന ഭാഗങ്ങൾ, ഡ്രൈ അല്ല, ഓയിലി ആവുന്ന ഭാഗങ്ങൾ അങ്ങനെ മേക്കപ്പ് ബേസ് ഒക്കെ സെറ്റായി. അപ്പം ഞാൻ അവിടെ ഐബ്രോസിൽ വന്ന് പൗഡറൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ പൂത്ത് കളയും. ഓക്കെ, ഇനി നമുക്ക് ഐബ്രോ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കാം. ഐ മീൻ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഐബ്രോസ് ഫില്ല് ചെയ്യുന്നതിൻ്റെ മുന്നേ ഇങ്ങനെ ബ്രഷ് ചെയ്ത് അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുന്നത് നല്ലതാണ്. ഞങ്ങളുടെ മാൾസിൻ്റെ ഈ ബ്രോ പാലറ്റാണ്. അതിൽ ഞാനൊരു ഒത്തിരി ഡാർക്ക് അല്ലാത്തൊരു ബ്ലാക്ക് ഷെയ്ഡാണ് യൂസ് ചെയ്യാറ്. ഞാനിപ്പം കുറച്ചായിട്ട് ഒരു 1 year ആയിട്ട് ഐബ്രോ പെൻസിലിന് പകരം ഈ ഐബ്രോ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇതെനിക്ക് നല്ലൊരു ഫിനിഷിങ് തരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് വീണ്ടും കൊടുക്കുക, സ്പ്രെഡ് ചെയ്യുക. നമുക്ക് ഐലാഷസ് ഒന്ന് കേൾ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ മസ്കാര യൂസ് ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിലും ഐലാഷ് കേൾ ചെയ്യുന്നത് നല്ലതാണ്. ഇനി നമുക്ക് ബ്ലഷ് ഇടാം. ഷീക്ലാമിൻ്റെ ബ്ലഷാണ്. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്, മേക്കപ്പിൽ എൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് ബ്ലഷ്. ബ്ലഷ് ഇട്ട് കഴിയുമ്പോൾ മുഖമൊക്കെ നല്ല ചുമന്ന ഒരു നാച്ചുറൽ ഒരു ലുക്കിൽ തന്നെ വരും. നമുക്ക് ഈ ഐഷാഡോ പാലറ്റിൽ നിന്ന് ഒരു ഐഷാഡോ ഈ ഗ്ലിറ്ററി ഷിമ്മറി ആയിട്ടുള്ള ഈ ഷെയ്ഡിൽ അതാണ് ഞാൻ ഇടുന്നത്. അത് ഞാൻ കണ്ണിൻ്റെ ഇവിടെ അകത്താണ് ഇടുന്നത്. ഇത് ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. കണ്ണിൻ്റെ ഉള്ളിൽ ഒരു ഷിമ്മറി ഒരു ലൈറ്റ് ഷെയ്ഡ് ഇടുന്നത് നല്ലതാട്ടോ. വിചാരിക്കുന്നുണ്ടാവും, ഇവള് കോളേജിലോട്ട് പോകുമ്പോൾ എന്തിനാ എത്ര മേക്കപ്പ് ഇട്ട് പോകുന്നത്. ഇവിടെ എല്ലാവരും ഇങ്ങനെയാണ്. ക്ലാസ് വരുമ്പോൾ എല്ലാവരും നല്ല പ്രസൻറ്റബിൾ ആയിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾക്ക് അവരുടെ മുന്നേ പിടിച്ചിരിക്കണ്ടേ. ഇത് എനിക്ക് സെഫോറയിൽ നിന്ന് എൻ്റെ ബർത്ത്ഡേക്ക് കിട്ടിയതാണ്. ഇത് വെച്ച് നമുക്ക് ഐലാഷസ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഇനി ഐലാഷസ് ഇവിടുന്ന് അനങ്ങത്തില്ല. അയ്യോ, ഐലാഷസ് അല്ല, ഐബ്രോസ്. ഇത് ഐലാഷസ് സ്റ്റിക്ക് ചെയ്യാനാണ് ആക്ച്വലി യൂസ് ചെയ്യുന്നത്. പക്ഷേ ഞാനിത് ഐബ്രോസ് സ്റ്റിക്ക് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത സ്റ്റെപ്പ് നമുക്ക് ലിപ്പ് ലൈൻ ചെയ്യാം. അത് നമുക്ക് ലിപ്പ് ബാം തീർത്ത് കളയാം. ലിപ്പ് ലൈൻ ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, എൻ്റെ അടുത്തൊരു ബ്രഷ് ഉണ്ട്. അപ്പോൾ ഞാനത് യൂസ് ചെയ്ത് എൻ്റെ ഒരു ലിപ്സ്റ്റിക് ഉണ്ട്. ഇത് ഫേസസ് കാനഡയുടെ സബ്റ്റിൽ മാവ് അങ്ങനെ എന്താ പറയുന്നൊരു ഷെയ്ഡാണ്. അപ്പോൾ ഇത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിയ ഒരു ലിപ്സ്റ്റിക്കാണ് ഫേസസ് കാനഡയുടെ. നല്ല അഫോർഡബിൾ ആയിരുന്നു, നല്ല അടിപൊളി ഷെയ്ഡാണ്. നാട്ടിൽ നിന്ന് വാങ്ങിയത്. ഇവിടെ നോക്കുമ്പോൾ ഭയങ്കര റേറ്റ്. അങ്ങനെ കുറച്ച് നേരത്തെ അന്വേഷണത്തിനൊടുവിൽ വളരെ സക്സസ്ഫുള്ളി എനിക്ക് എൻ്റെ ലിപ്സ്റ്റിക്ക് കിട്ടി. ഈ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഏകദേശം ഫേസസ് കാനഡയുടെ ഷെയ്ഡുമായിട്ട് മാച്ചിങ് ആണ്. അധികം ഓവറും അല്ല, എന്നാൽ അധികം ലൈറ്റും അല്ലാത്തൊരു ഷെയ്ഡ്. ഐലൈനർ എഴുതാം. പിന്നെ വളരെ സക്സസ്ഫുള്ളി ഐലൈനർ എഴുതി കഴിഞ്ഞു. നമുക്ക് മസ്കാര ഇടാം.
ഇത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിയ അഗാരോയുടെ ഒരു എയർ ബ്രഷാണ്. ഇത് ഞാനിവിടെ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. ഇത് നല്ലതാണ്, നല്ലൊരു പ്രൊഡക്റ്റാണ്. മുടി നല്ല ഇങ്ങനെ ബൗൺസി ഒക്കെ ആയിട്ടിരിക്കും. ഇത് കുറച്ചൊരു വെറ്റ് ഹെയറിലാണ് യൂസ് ചെയ്യേണ്ടത്. അല്ലേ കുഴപ്പമില്ലാത്ത രീതിയിൽ ബൗൺസി ആയിട്ടുണ്ട്. ഇത് ഫേസസ് കാനഡയുടെ തന്നെ ഒരു സെറ്റിംഗ് സ്പ്രേ ആണ്, നമ്മുടെ മേക്കപ്പ് സെറ്റായിട്ടിരിക്കാൻ വേണ്ടി. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഫേസിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഞാനത് ഡ്രൈ ആവാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ എനിക്ക് ക്ഷമയില്ലാത്തത് കാരണം എൻ്റെ ഒരു കുഞ്ഞി ഫാനുണ്ട്, ഞാനത് വെച്ചാണത് ഡ്രൈ ചെയ്യാറ്. അതൊന്നും ഇങ്ങനെ ജസ്റ്റ് കാണിച്ചാൽ മതി, കുറച്ച് കഴിയുമ്പോൾ തന്നെ ഡ്രൈ ആയി വരും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മേക്കപ്പ് അവിടെ തന്നെ ഇങ്ങനെ ഫിക്സ് ആയിട്ട് ഇരുന്നോളും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എൻ്റെ ഈ പോയ നെയിൽ സെറ്റ് ചെയ്യാം. ഇത് ഞാൻ എങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിളാണ്. ഇത് ഞാൻ ഡോളറാമിന്ന് മേടിച്ചതാണ്. $1 ആണെന്നുണ്ട്, $1.25. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറേ നെയിൽസ് ഉണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. നെയിൽസ് അങ്ങനെയെല്ലാം ഉണ്ട്, ഗ്ലൂ ഉണ്ട്. അങ്ങനെ നെയിൽ ഞാൻ സെറ്റ് ചെയ്തു. ഇനി ഇതൊന്ന് ഡ്രൈ ആവണം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് പെർഫ്യൂം അടിക്കാം. ഇത് നല്ല സ്മെല്ലാവട്ടെ, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഓക്കെ, ഇഷ്ടം എനിക്കിഷ്ടമായി. ഇനിയിപ്പോൾ നമ്മുടെ ഹെയറിൽ സിറം അപ്ലൈ ചെയ്യാനുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് സ്ട്രീക്സിൻ്റെ സിറമാണ്. അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇടയ്ക്കും എൻ്റെ മുടിയിൽ ഇതൊക്കെ വെച്ച് കേട്ടോ. ഇതെങ്ങനെയാണ് വെക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ലെറ്റ്സ് സീ. എൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഫേസ് ഫ്രെയിമിങ് ചെയ്തായിരുന്നു, അപ്പോൾ അതെനിക്ക് കുറച്ച് ബൗൺസി ആയിട്ട് എടുക്കാൻ വേണ്ടി ഞാൻ വെച്ചതാണ്. പിന്നെ ഞാൻ കോളേജിൽ പോകാൻ വേണ്ടി ഇറങ്ങി. ബസ് 4:15 ആണ്. ഞാനിപ്പോൾ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. +6 ആണ് ടെമ്പറേച്ചർ, പക്ഷേ ഒരു കാറ്റുണ്ട്. ഇതാണ് ഞാൻ പഠിക്കുന്ന കോളേജ്, നോർത്തേൺ ആൽബർട്ട ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഇവിടെയാണ്. അങ്ങനെ ഞാൻ കോളേജിലെത്തി. എനിക്ക് 6 മണിക്കാണ് ക്ലാസ്. ഞാൻ കുറച്ച് നേരത്തെ എത്തി, കാരണം എനിക്കൊരു വർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും ക്ലാസ്സിൽ പോകാം. ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. പുറത്തെത്തി, പക്ഷേ ക്ലാസ് അടച്ചിട്ടിരിക്കുക. നേരത്തെ വരണ്ടായിരുന്നു. എനിക്ക് എന്ന് പറഞ്ഞാൽ ഏതോ ക്വസ്റ്റ് ചോദിക്കുമ്പോഴല്ലോ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കും. നേരത്തെ അറിഞ്ഞില്ലായിരുന്നു. ഒരു പെണ്ണ് വന്നപ്പോഴും ഞാൻ അറിയുന്നത്. ക്ലാസ് റൂം ആണെങ്കിൽ ലോക്കുവാ.